ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അധികം ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നുമില്ല, കൊച്ചു കൊച്ചു ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇതൊരു ഫ്രൂട്ട്സാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഇടയ്ക്ക് കാഴ്ച കിട്ടിയതേ ഉള്ളൂ. ഇത് കാണിച്ച അല്ല, ഈ ഇടയ്ക്ക് കാഴ്ച കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് അപ്പുറത്തുണ്ട് കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നമ്മളിങ്ങനെ ചെടികൾ വാങ്ങിക്കാൻ പോയ സമയത്ത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒരു നമുക്ക് കഴിക്കാനും തന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തോ പേരും പറഞ്ഞു, പക്ഷെ ഓർമ്മയില്ല. ഇത് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പൂ കാണിച്ചു തരാമല്ലോ. ഇതാണ് ഇതിൻ്റെ പൂ. അല്ല, ഈ പൂ വന്നിട്ടാണ് ആ ഒരു ചെറിയ കായായിട്ട് വരുന്നത്. ഇവിടെ വേറെ ഉണ്ട്. വേണ്ട, ഇവിടെ രണ്ടെണ്ണം കാഴ്ചയിപ്പുണ്ട്. ഉണ്ടല്ലോ, ഈ ഒരു ഫ്രൂട്ടാണ് കേട്ടോ ആദ്യത്തെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഓരോന്ന് കായ്ച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചെടി നട്ട് അതിലൊരു പൂ വന്ന് ഒരു കായൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് കൂടെ പങ്കിടണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തതൊരു ചെടിയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് കാലമായി, അതങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ഓറഞ്ചാണ് കേട്ടോ, സാധാ നമ്മുടെ ഓറഞ്ചാണ്. അപ്പം ഇത് ഒന്നും ആയിട്ടില്ല, അതങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അടുത്തത് കാണിക്കാം. ഇത് നമ്മുടെ നെല്ലിയാണ് കേട്ടോ, സാധാ നമ്മുടെ നാടൻ നെല്ലി ഉണ്ടല്ലോ, ആ നെല്ലിയാണ് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഇത്രയും വരുവായിട്ടുണ്ട്. അടുത്ത വർഷം കായ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയായിട്ടുണ്ട് കേട്ടോ. അടുത്തത് കാണിച്ചതാണ് നമ്മുടെ ജെറിയാണ് കേട്ടോ. ഈ ചെടി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ പറമ്പൊക്കെ വാങ്ങിച്ച സമയത്ത് ആദ്യം നമ്മൾ വാങ്ങിച്ച് നട്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കായ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ, 2 കാ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ് ഒരു ചെടിയിൽ ഒരു കാ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ പൂവാണ് കണ്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത്. എല്ലായിടത്തും കാണുമായിരിക്കും, പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു ചെടി നട്ട് അതിലൊരു പൂ വരുമ്പോൾ ഒരു കാ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. അതാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2 കാ വന്നിട്ടുണ്ട്. അതേപോലെ അവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 കാ വന്നിട്ടുണ്ട് കേട്ടോ. 2 വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം അത് നമുക്ക് പറിക്കാൻ കണക്കിനായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് അപ്പം നമുക്ക് ഒരു 4 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയത് ചെറിയൊരു പുളിപ്പും ചെറിയ മധുരവും ഉണ്ട്. ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമായിട്ടുള്ള ചെടിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇതിലൊരു കായ ഉണ്ടായി ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. ഹാപ്പി ലെവലോ നെല്ലിക്ക കേട്ടോ. ഇത് ലെവലോ നെല്ലിക്കയാണ്. ഇത് നമ്മൾ വാങ്ങിച്ച് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. അതങ്ങനെ സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. നമ്മളൊരു ടയറൊക്കെ വെച്ച് ചുറ്റും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഒരു തിട്ട പോലെയൊക്കെ നിൽക്കുമല്ലോ, അതിന് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വളർത്തി. ഇത് നമ്മുടെ പ്ലാവാണ് കേട്ടോ. ഇത് വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി 1 വർഷത്തിനകത്ത് അത് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഇത്ര എത്തിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഓക്കെ, ഇത് ഫ്രൂട്ടൊന്നും അല്ല കേട്ടോ, ഒരു മുളയാണ്. നല്ലൊരു പോസിറ്റീവ്നെസ് കിട്ടാനും നല്ലൊരു കാറ്റും തണലും ഒക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ ഈ പറമ്പിലൊന്ന് സെറ്റ് ചെയ്ത ഒരു മുളയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് അത് വളർന്നു വരുന്നത്. ഒരു കമ്പായിട്ട് നമ്മൾ വച്ചതാണ്. അപ്പോൾ ഇപ്പോൾ അത് ഏകദേശം ഒരു 5 മൂടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ ഒരു ഇതിൻ്റെ പേരെന്തെന്ന് പറയുന്നത് ഒരു ഉറയൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വളർന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നല്ലൊരു നമുക്ക് ഇരുന്നൊക്കെ ഒന്ന് നമ്മളെ പറമ്പൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ കണക്കിന് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. മുളയും നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ ഈ പുറത്ത് നിൽക്കുന്നതിനേക്കാളും ഇതിൻ്റെ ഉള്ളിലോട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു തണുത്ത കാറ്റാണ്. ഇപ്പം നല്ല രസമാണ് കേട്ടോ. അപ്പം ഇതും സെറ്റായി റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പിയർ ആപ്പിൾ എന്ന് പറയുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പം അറിയാമായിരിക്കും, പക്ഷേ ഇതിന് ഇതുവരെയ്ക്ക് കായൊന്നും വന്നിട്ടില്ല. പക്ഷേ കൊച്ചു കൊച്ചു പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പൂ ഞാൻ കാണിച്ചു തരാമേ. അപ്പം ഇതിന് മുള്ളുണ്ട് കേട്ടോ, നല്ല മുള്ളുണ്ട് കണ്ടോ. കൊച്ചു കമ്പിലെല്ലാം നല്ല മുള്ളുണ്ട്. പിന്നെ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പൂവ് പൂ കാണിച്ചു.
കണ്ടോ, പൂ വന്നിട്ടുണ്ട് കേട്ടോ. പൂ ചെറുതായിട്ട് പൂവും മുട്ടുമായിട്ടൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പൂ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കായ്ച്ചിട്ടില്ല. കായ്ക്കുമ്പോൾ ഞാൻ വീഡിയോ പറയാമേ. അപ്പോൾ ഇത് മുള്ളൊക്കെ ഉള്ള ഒരു ചെടിയാണ്. പിയർ ആപ്പിൾ എന്നാണ് കേട്ടോ പറയുന്നത്. അതൊന്ന് റെഡിയായി വരുന്നുണ്ട്. ഇത് നമ്മുടെ പാവലാണ് കേട്ടോ. നമ്മുടെ ഫ്രൂട്ടല്ല, എന്നാലും എൻ്റെ വീട്ടിലുണ്ടായ ഒരു സന്തോഷമാണ്. കാരണം പാവയ്ക്ക് ഇതിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സ്റ്റെപ്പ് ഉണ്ടായി, ആ ചെടി പോയി, അതിനുശേഷം രണ്ടാമത് വന്ന ചെടിയാണ്. അപ്പോൾ ഇത് നിറച്ച് പാവയ്ക്ക് കായ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഒരു മെഴുക്ക് പുരട്ടിക്കും ഒരു തീയലും ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് നിറച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു വലിയ പാവയ്ക്ക് നിൽപ്പുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു പാവയ്ക്കുണ്ട്. ഇവിടെ ഒരു പാവയ്ക്കുണ്ട്. അങ്ങനെ പാവയ്ക്കകൾ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോവലാണ് കേട്ടോ, കോവയ്ക്ക എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ നമുക്കൊരു വീട്ടുപുരട്ടിക്കും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതെന്താ, നമുക്ക് ഈ കോവയ്ക്കയുടെ പ്രത്യേകത അതുമല്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്നതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറിച്ച് ഫ്രഷായിട്ട് ഇങ്ങനെ ഓടിച്ചു തിന്നാം. അത്യാവശ്യം വലിയ ഇനത്തിലാണ്, വലുതാണ് കേട്ടോ. ചിലയിടത്ത് കോവയ്ക്ക് നല്ല നീളത്തിലായിരിക്കും, ചിലയിടത്ത് ഇതായിരിക്കും. അതായത് നമ്മൾ എത്ര വെട്ടി കളഞ്ഞാലും പിന്നെ അത് കായ്ച്ചിരിക്കും കേട്ടോ. അപ്പം അത് നമ്മൾ ടെറസിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നിറച്ച് കായ്ക്കുന്നുണ്ട് കേട്ടോ. നിറച്ച് പൂ വരുന്നുണ്ട്, നിറച്ച് കായ്ക്കുന്നുണ്ട് കണ്ടോ. ഒരുപാടുണ്ട്, മുകളിലോട്ട് നിറച്ച് കായ്ച്ചു കിടപ്പുണ്ട്. നിറച്ച് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ഇതേപോലത്തെ കുറച്ച് ചെടികളുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കറികളൊക്കെ വയ്ക്കാൻ കിട്ടും. വീട്ടമ്മമാരെ സംബന്ധിച്ച് ദിവസവും കറി വെക്കുക എന്നുള്ളത് ഇത്തിരി ടാസ്ക്കാണ്. ടാസ്ക് എന്നല്ല, നമ്മൾ ഓരോ ദിവസം രാവിലെ കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നതാണല്ലേ ഇന്ന് എന്തുണ്ടാക്കും, ഉണ്ടാക്കും. അപ്പം പച്ചക്കറിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല വിലയായി വരുന്നുണ്ട് അല്ലേ, ഓണ സമയമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു കറിയൊക്കെ തട്ടിക്കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തത് കാണിച്ചു തരാം. നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു കൊച്ചു ഗാർഡനാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇന്റർലോക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ മാത്രം നമ്മളല്ല സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ്. അപ്പം ഇവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. കാരണം കൊച്ചു മരങ്ങൾ അത്യാവശ്യം വലിയ മരങ്ങളായി പോകുമെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി വലിയ പിടിയില്ല. പക്ഷെ അത്യാവശ്യം കൊച്ചു മരങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ശീമ നെല്ലിക്ക എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് കേട്ടോ. ഓരോരുത്തും ഓരോ തരത്തിൽ പേരിലായിരിക്കും. ഒരു കൊച്ചു പച്ച നെല്ലിക്ക ഉണ്ടല്ലോ, അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ആ ഒരു തരത്തിലുള്ള നെല്ലിക്കയാണ് കേട്ടോ. ഇതിപ്പം നമ്മുടെ കൊമ്പിലൊക്കെ ഇങ്ങനെ കൊല കാഴ്ച നിൽക്കും. ആ ഒരു തരത്തിലുള്ള ഒരു നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏകദേശം ഇടയ്ക്ക് നമുക്കിത് കാഴ്ച കിട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ ഇത് അങ്ങനെ നിൽപ്പുണ്ട്. സീസൺ ആകുമ്പോൾ കായ്ക്കും. അതേപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആനമുന്തിരി എന്നാണ് പറയുന്നത്. ഓരോരുത്തും ഓരോ പേരായിരിക്കുമല്ലോ. അപ്പം അതും ഇവിടെ നിൽപ്പുണ്ട്. അത് ഏകദേശം പൂവൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും താമസിക്കാതെ കായ്ക്കും. ഇനി അടുത്തത് ഇത് നമ്മളിവിടെ ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ ചെടികൾ ഒരുപാട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ചെടികളുടെ ഇടയിൽ ഇരിക്കാനും ഇരുന്ന് നമുക്കൊന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിട്ട് നമ്മളിവിടെ കുറച്ച് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അപ്പം അതിനിടയ്ക്ക് നിൽക്കുന്നതായി ഇതെന്ന് പറയുന്നത് ആത്തിച്ചക്കയാണ് കേട്ടോ. അപ്പം ആത്തിച്ചക്ക ഇത് അത്യാവശ്യം നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴും മുട്ടൊക്കെ ഉണ്ട്. മുട്ട് വന്ന് പൂവക്കായി വിരിഞ്ഞ് നിന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ മുട്ട്. ഇതിന്റെ വലുതാണ് ആ മുട്ട്. അത് കാണിച്ചിട്ടുണ്ട്. അത് തന്നെ ആ മുട്ട് വന്നിട്ടുണ്ട്. ആ മുട്ട് തൊഴിയുമ്പോഴാണ് കേട്ടോ ആ ഒരു. പിന്നെ അത് നല്ലൊരു കായായിട്ട് ഒന്ന് അപ്പം നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം നിറച്ച് ഇതിലുണ്ടായിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇതിലിവിടെ വേറെ ഒരെണ്ണമുള്ളതെന്ന് വെച്ചാൽ റംബൂട്ടാനാണ് കേട്ടോ. അതും നിറച്ച് പൂത്തിട്ടുണ്ട്. അത്യാവശ്യം അതിൻ്റെ സീസൺ ആവുന്ന സമയത്ത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ അതും കായ്ഫലമൊക്കെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സും 1-2 വെജിറ്റബിൾസും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 വർഷം അടുപ്പിച്ചായതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത ചെടികളാണ് കേട്ടോ ഇത്. അതിന് ശേഷം എനിക്ക് അധികം ഒന്നും അറിയാമല്ലോ, കുഞ്ഞുമക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് മുൻപ് ചെയ്ത് ഇപ്പോൾ എല്ലാത്തിലും കായ്ഫലമൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പം നിങ്ങളുമായിട്ട് എൻ്റെ ഫാമിലിയായിട്ടും എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഇനിയും ചെടികളൊക്കെ നടുകയും വെജിറ്റബിൾസൊക്കെ
നടണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പം അതെല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോകളെല്ലാം ഒന്ന് വാച്ച് ചെയ്ത് എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം മറ്റ് നല്ല അടിപൊളി വീഡിയോസും എന്താണ് എന്താണ് നമ്മുടെ കോമഡി വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.